ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പഴയ വഴിയുടെ അടുത്താണ്. പണ്ട് നമ്മളെ സ്കൂളൊക്കെ വിട്ടിട്ട് കയറി വരുന്ന നമ്മുടെ വഴി. അപ്പോൾ ആ വഴി ഇപ്പോൾ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ചാലും ഉള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളമൊക്കെ കനാലിൽ വെള്ളം ഇട്ടിട്ട് നല്ലോണം വെള്ളമുണ്ട്. നമ്മുടെ ബീച്ചേറിന്റെ കിണർ ചെമ്പരത്തിയൊക്കെ അങ്ങനെ പൂത്തിട്ട് നിൽപ്പുണ്ട്. ഇവിടെ ചെറുതായിട്ട് വഴിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനേക്ക് കയറിയാണ് നടക്കുന്നത്. കുന്നൻ ജോഷിയുടെ വീട്. ഈ വെള്ളം ഒഴുക്കുന്നതിന് ഒരു മാറ്റില്ല കേട്ടോ. ചെറുപ്പത്തിലേ മുതൽ വരുമ്പോഴേ ശക്തമായിട്ട് വെള്ളം വരുന്ന സ്ഥലമാണല്ലോ. മഴയത്തൊക്കെ കുത്തിയൊലിച്ച് വരുന്ന സ്ഥലം. ഞാനിതിലെ വെറുതെ നടക്കാൻ വേണ്ടി വന്നതാ. കുറെ നാളായിട്ട് വന്നിട്ട്. ഇപ്പൊ നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോ നമ്മുടെ വഴി അപ്പുറത്തൂടെ ആയി. അപ്പൊ ഇതിലെ നടക്കാൻ പോലും ആരും തുനിയാറില്ല. അപ്പൊ അതേ വഴിക്കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പശുവൊക്കെ മേയുന്നുണ്ട്. ഈ പറമ്പ് അങ്ങനെ തന്നെ കേട്ടോ. അന്നും ഇന്നും ഈ പറമ്പ് ഇങ്ങനെ തന്നെ, ഒരു മാറ്റില്ല. നമ്മുടെ ഇപ്പൊ നാളെ ഈ വഴി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ മതിലൊക്കെ വീഴാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ജോഷിയേട്ടൻ കെട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുമായിരുന്നു പണ്ട്. ഇവിടെയൊക്കെ കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പഴയ സണ്ണിച്ചാൻ്റെ വീട്. അങ്ങോട്ട് വരുമ്പോൾ മൊത്തം പുല്ലായിട്ടോ. ഏകദേശം ഞാനൊരു 5 മണി സമയത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ആ സമയത്ത് വരെ ശരിക്ക് ഒക്കെ നിറഞ്ഞ് വെള്ളം വരുന്നുണ്ട്. നേരത്തെ എത്ര വെള്ളം വന്നു അതേപോലെ തന്നെ. അങ്ങനെ നടന്നങ്ങനെ വീടിൻ്റെ അടുത്ത് എത്താറായി. നല്ല മനോഹര കാഴ്ചയാണ്. ഇതിലെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നടക്കാൻ പറ്റിയില്ല. റൂട്ടീച്ചൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തായിരുന്നു. ഇവിടെ ആരും ക്ലീനിങ് ചെയ്യുന്നില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ മേരി ചേച്ചിയുടെ പറമ്പായിരുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പുറത്തെ മേരി ചേച്ചിയുടെ മോള് വീട് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര കാടായി. ആരും വെട്ടി തെളിക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മഴക്കാലമായ കൊണ്ട് തന്നെ നല്ല കാടായിരുന്നു. പ്രാവശ്യം വേനൽക്കാലമായ കൊണ്ട് എങ്ങനെ നടക്കാന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. ഇവിടെയൊക്കെ എന്തോരം തെളിഞ്ഞിടുന്ന സ്ഥലം. ഇവിടെ ഭയങ്കര കാടായി. സജിയേട്ടന്റെ പറമ്പിന്റെ പൂട്ട്. രാത്രി വരാൻ പറ്റില്ല അതിലെ. പണ്ടൊക്കെ രാത്രി പകലൊന്നുമില്ലാതെ നമ്മൾ ദൂരം യാത്ര ചെയ്തിരിക്കുന്നു. ഇന്നൊരു രക്ഷയില്ല കേട്ടോ. ഇത് വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എത്തി നിൽക്കുന്ന നമ്മുടെ ഈ കോർണറിലാണ്. കോർണറിൽ നമ്മുടെ ചാലുണ്ടല്ലോ, ചാലിൻ്റെ ഇവിടുന്ന് പിന്നെ അധികം കാടില്ല. കാരണം നമ്മൾ ശശിയേട്ടൻ്റെ അവർ നമ്മളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ടും വലിയ കുഴപ്പമില്ല. ഇവിടെ വേലിയൊക്കെ കിട്ടി അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം അങ്ങനെ മനോഹരമായിരിക്കുന്നു. ഇപ്പം ഞാൻ നടന്നു വന്ന വഴിയുടെ കാഴ്ച. ഈ സ്ലാബിലൂടെ കുറേ പ്രാവശ്യം ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സ്ലാബിൽ ഇപ്പോഴും കുളിക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ ചാല് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പങ്ങളൊന്നുമില്ല. മുളയൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂച്ചയാശാനം ഇങ്ങനെ എന്നെ തേടി വരികയെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ പൂച്ചയാണ്. ഉണ്ടോ കുഞ്ഞി? എന്താടി കുഞ്ഞി? എന്തേ? മുളയൊക്കെ ഇങ്ങനെ വളർന്ന് വലുതായി പന്തലിച്ചു. ഏകദേശം തെങ്ങിന് മൂടിയെന്ന് പറയാം. തെങ്ങാണല്ലോ ഈ പോയി കാണുന്നത്. തെങ്ങിന് മൂടി. ഇനി ഇപ്പുറത്ത് നമുക്കൊരു കടപ്ലാവ് വലുതായി വരുന്നുണ്ട്. ഇപ്പുറത്തൊരു കടപ്ലാവ്, നമ്മുടെ ഓൾറെഡി പഴയ കടപ്ലാവ് ഉണ്ട്. നമ്മുടെ ഷെഡ്. മാവിൽ ഊഞ്ഞാലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഗോസ്റ്റിനും കുഞ്ഞാറ്റയ്ക്ക് കാടാൻ വേണ്ടിയിട്ട്. നമുക്ക് കാടാൻ പറ്റില്ല കേട്ടോ. കാടി കഴിഞ്ഞ് കൊമ്പൊടിഞ്ഞ് താഴെ വീഴും. നമ്മുടെ വീട്ടിലെ മനോഹരമായ കാറ്റാടി മരം.
2011 വെച്ചതാണ്. ഏകദേശം 12 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ലൊരു കാറ്റാടി മരം പോലെയാണ്. ഇതൊക്കെ നല്ല ചെടികളൊക്കെ വന്ന് വെച്ചുപിടിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ നാളുകൂടി ഉണ്ടാകുന്നില്ല. അവിടേക്ക് പിന്നെ പനിനീർ കൂർക്കയൊക്കെ പ്ലാന്റ് ചെയ്ത് അങ്ങനെ ഇരിപ്പുണ്ട്. ഇത് ബോഗൺവില്ല ഒറിജിനൽ അല്ല കേട്ടോ, നല്ല സ്ഥലത്തുനിന്ന് ഓടിച്ചുകൊണ്ട് വന്നതാണ്. നമ്മളിവിടെ ഉണ്ടായിരുന്ന ഇതൊക്കെ പോയി, മാവ് വെട്ടിക്കളഞ്ഞു. നമ്മുടെ അടുക്കളപ്പുറത്തേക്ക് വരുമ്പോൾ വാഴകൾ, പേരകൾ, നെല്ലിമരം, പപ്പായ, പൂച്ചകൾ, കോഴിയുടെ വലിയൊരു നിരകൾ എല്ലാം അവിടെ കാണാം. അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ പനിനീർക്കൂർക്കൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കനാലിലെ വെള്ളം നമ്മളവിടെ കണ്ടല്ലോ, അതേപോലെ തന്നെ ഇവിടെ കെട്ടി നിർത്തിയിരിക്കണം വെള്ളം. നമുക്ക് ചെടികൾക്കൊക്കെ, വാഴയ്ക്ക് തണുപ്പിടാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളെ എപ്പോഴും കഴിക്കുന്ന പ്ലാവ്. ഇപ്പോൾ ചക്കയും